CJPയുടെ പ്രതിഷേധം വിജയകരമായതിനു ശേഷം അതാ വീണ്ടും ഡൽഹിയിൽ പുതിയ പ്രതിഷേധം. നമുക്കത് ഡീറ്റെയിൽ ചെയ്യാം. CJP കോക്രോച്ച് ജനതാ പാർട്ടി ഇവരുടെ പ്രതിഷേധം വെറും ഒരു പ്രതിഷേധമല്ല, ഇതിപ്പോൾ ഒരു മൂവ്മെന്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം CJPയുടെ പ്രതിഷേധം വിജയകരമായതിനു ശേഷം രാജ്യം കണ്ടിട്ടുള്ളത് വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ കാരണങ്ങളിലാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നടത്തുന്നതോ പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസ് മുതൽ മുതിർന്നവർ വരെ ഈ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോദ്യങ്ങളെ ഭയക്കുന്ന സർക്കാർ ആണെങ്കിൽ ഇനി ഭയന്ന് തുടങ്ങിക്കോളൂ. കാരണം ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ജാർഖണ്ഡിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേപ്പർ ലീക്കേജും കറപ്ഷൻസും ഒക്കെ ബന്ധപ്പെട്ട് അവിടെയും നടക്കുന്നുണ്ട്. ഇപ്പോൾ അതാ സ്റ്റുഡൻസ്, ചെറിയ കുട്ടികൾ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. നമുക്കതിന്റെ വിഷ്വൽസ് കാണാം. ഈ പ്രതിഷേധം നടക്കുന്നത് UPയിലാണ്, ലക്നൌവിൽ. സ്റ്റുഡൻസ് ഓഫ് ജയപ്രകാശ് നാരായൺ സർവോദയ ഗേൾസ് സ്കൂൾസ് ഇൻ ലക്നൌ ഇവിടെ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുള്ളത് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ്. ഇവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് വേക്കന്റ് ആയിട്ട് കിടക്കുന്ന ടീച്ചേഴ്സിന്റെ പോസ്റ്റ് എന്ത് ചെയ്യണം, ഉടൻ തന്നെ ഫില്ല് ചെയ്യണം. അതായത് അവിടെ ടീച്ചറിന്റെ ഷോർട്ടേജ് ഉണ്ട് ആ സ്കൂളിൽ. അപ്പോൾ അതെന്ത് ചെയ്യണം, ഉടൻ തന്നെ അത് പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഈ സ്റ്റുഡൻസിന്റെ പ്രൊട്ടസ്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സ്കൂൾ റൺ ചെയ്യുന്നത് ഉത്തർപ്രദേശ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റുഡൻസ് പറയുന്നത് ടീച്ചേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പഠിപ്പിനെ അത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അത് പരിഹരിക്കണം. ഇപ്പൊ ലക്നൗ പോലീസ് പറഞ്ഞിട്ടുള്ളത് സ്പോട്ടിൽ എത്തുകയും സ്റ്റുഡൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൃത്യമായ രീതിയിൽ വീട്ടിലേക്ക് തിരിച്ച് സേഫ് ആയിട്ട് എത്തിച്ചിട്ടുണ്ടെന്നും, അതുപോലെ സീനിയർ ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അവരുടെ ഡിമാൻഡ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കും എന്നാണ് ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത്. പോലീസ് പറഞ്ഞിട്ടുള്ളത് ട്രാഫിക് ഒക്കെ നോർമലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതിന്റെ ഇടയിൽ ഡൽഹി CM രേഖ ഗുപ്തയുടെ ചില ശിങ്കിടികളും ചില പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇതുപോലത്തെ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ട് ഇതാണ് ഡൽഹിയിലെ ഗവൺമെന്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട്, ഇത് പ്രൈവറ്റ് സ്കൂൾ അല്ല ഗവൺമെന്റ് സ്കൂളാണ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പറയാനുള്ളത് ഈ ഒരു സ്കൂൾ മാത്രമല്ല, ഡൽഹിയിൽ ഒരുപാട് സ്കൂളുകളുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. പല റിപ്പോർട്ടുകളും വരുന്നത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പോലും ഡൽഹിയിലുള്ള പല സ്കൂളുകൾക്കും ഇല്ല എന്നാണ്. അപ്പോൾ എല്ലാ സ്കൂളിനെയും ഇതേ നിലവാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ മറ്റൊരു റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ് മഹാരാഷ്ട്രയിൽ നിന്നാണ്. സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ചെയ്തു, അതായത് അവരുടെ സ്കൂള് പൊളിഞ്ഞു വീഴാനായിട്ടുണ്ടായിരുന്നു. അതുപോലെ ബേസിക് ഫെസിലിറ്റീസ് ഒന്നും ഇല്ല, അതുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു. എന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവിടെ അഭിജിത് ദീപക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആ സ്കൂളിന്റെ റിപ്പയറിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ആരും അവിടെ പോട്ടെ, അല്ലെങ്കിൽ ആ പ്രൊട്ടസ്റ്റിന് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻസ് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് ഭാഗമായി അവിടെ ഇപ്പോൾ ആൻസർ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ റിപ്പയറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഇൻസിഡന്റ് ആണ് നമുക്ക് കാണാം, മധ്യപ്രദേശിൽ നിന്നാണ്. ये तो उनके लिए शर्म की बात है ना, बच्चों को बच्ची ऐसी बेटी है, मैं मुंह उतार के कोई सुनने कोई तैयार नहीं है। हमारे भविष्य के साथ खिलवाड़ हो रही है मैम। हमारा पास के हम फिर भी आए, हमारी तबीयत भी ठीक नहीं, हम रात को दवाई लेके आए, कोई सुन ही नहीं रहा है। थोड़ा शर्म करनी चाहिए यार। इनके बच्चों के साथ ऐसा होगा तो पता चलेगा, हमारे माँ बाप भी क्या देखेंगे, हमको रोते हुए देखेंगे तो। ഇത് ഉജ്ജയിൻ മധ്യപ്രദേശിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. 100 കണക്കിന് സ്റ്റുഡൻസ് ആണ് അവിടെ പ്രതിഷേധവുമായി വന്നിട്ടുള്ളത്. കാര്യം എന്ന് പറയുന്നത് അവരുടെ ഇപ്പോൾ നിലവിലുള്ള സ്കൂള് 10 കിലോമീറ്റർ മാറ്റി സ്ഥാപിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് പ്രതിഷേധവുമായി വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അത്. ഈ റിപ്പോർട്ടിന്റെ താഴെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ കുട്ടി സ്കൂൾ മാറ്റി സ്ഥാപിക്കുന്നില്ലല്ലോ, അതിനെന്തിനാണ് ഈ കഴിയുന്നത് എന്നൊക്കെ ചോദിച്ച ഒരുപാട്. അതായത് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസം ആയിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ വിദ്യാഭ്യാസം വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളുകളാണ് അങ്ങനെയുള്ള കമന്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടി കൃത്യമായി അതിൽ പറയുന്നുണ്ട് 10 കിലോമീറ്റർ മാറ്റി സ്ഥാപിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല നീതി ആയോഗും അതുപോലെ പല കമ്മീഷൻസും ഈ കാര്യം സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ കുട്ടി പറയുന്നത് ഒന്നാമത്തേത്
10 കിലോമീറ്റർ മാറ്റി സ്ഥാപിക്കുമ്പോൾ അവിടത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അത് പല പാരന്റ്സിനും താങ്ങാൻ സാധിക്കില്ല. കാരണം പല പാരന്റ്സ് എന്ന് പറയുന്നത് ലേബററാണ്, ഡെയിലി വേജ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർക്കത് താങ്ങണമെന്നില്ല എന്ന്. അപ്പോൾ സ്കൂൾ എന്ത് ചെയ്യും? അവരെ അയക്കാതിരിക്കും. അതുപോലെ സേഫ്റ്റി കൺസേൺ ഉണ്ട്. കാരണം ഈ ദൂരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ റിമോട്ട് ആയിട്ടുള്ള പ്ലേസസിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, സേഫ്റ്റി ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ഇത് കേരളവുമായിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം കേരളം വേറെതാണ്, നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ, കൂടുതൽ സംസ്ഥാനങ്ങൾ വേറെതാണ്. കാരണം കേരളത്തിലെ പാരന്റ്സ് ചിന്തിക്കുക എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നല്ല വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ കുറച്ച് ദൂരത്തായാലും പ്രശ്നമില്ല, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സേഫ്റ്റി ഇഷ്യൂവും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാരന്റ്സ് എന്ത് ചെയ്യും? അവരെ അയക്കും. പക്ഷേ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക്, അതായത് നമ്മളെ കേരളം, തമിഴ്നാട്, കർണാടക ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പിന്നെ ഇത് തന്നെയാണ് അവസ്ഥ. അതായത് സേഫ്റ്റി ഇഷ്യൂ നോക്കും, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നോക്കും. അങ്ങനെ വരുമ്പോൾ നീതി ആയോഗ് കൃത്യമായ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 2-3 വർഷം മുൻപുള്ള റിപ്പോർട്ടാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത് കാരണമായി മുടങ്ങാൻ പോകുന്നത് കൂടുതലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. അതായത് സ്കൂളുകൾ അടുത്തില്ലെങ്കിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കുറയും. അപ്പോൾ ഇതിലൂടെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം പോകുമെന്നുള്ള സംശയം ആ കുട്ടിക്കുണ്ട്. ആ ഒരു കൺസേണിന്റെ പേരിലുള്ള കണ്ണീരാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിനെയാണ് ചില ആളുകൾ ചോദ്യം ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ആദ്യം കണ്ട ഒരു പ്രൊട്ടസ്റ്റിന്റെ വീഡിയോ ഉണ്ടല്ലോ, UP-യിൽ നിന്നുള്ള. നമുക്കറിയാം യോഗി ആദിത്യനാഥിന്റെ ഭരണകാലത്ത് ഏകദേശം 28,000-ൽ കൂടുതൽ സ്കൂളുകൾ അടച്ചു പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രിക്ക് ആകാൻ സാധ്യതയുണ്ട്. അതായത് സ്കൂളിൽ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ പാരന്റ്സ് എന്ത് ചെയ്യും? അവിടെ ടീച്ചേഴ്സ് ഇല്ല, അതുകൊണ്ട് തന്നെ പഠിപ്പ് നേർക്ക് നടക്കില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? പാരന്റ്സ് ഒന്നെങ്കിൽ ഫിനാൻഷ്യലി ബാക്കിംഗ് ഉള്ള പാരന്റ്സ് ആണെങ്കിൽ അവർ സ്കൂൾ മാറ്റും കുട്ടിയുടെ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കുട്ടിയുടെ പഠിത്തം തന്നെ നിർത്തും. സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റിൽ എനിക്ക് തോന്നുന്നു 2ാമത്തെ സ്ഥാനത്താണ് നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് ഉള്ളത്. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻസ് പോവാതിരുന്നു കഴിഞ്ഞാൽ ആ സ്കൂളിൽ എന്ത് ചെയ്യും? സ്റ്റുഡൻസ് ഉണ്ടാവില്ല. അതിന്റെ കാരണമായി ആ സ്കൂൾ പൂട്ടിക്കാൻ പറ്റും. 28,000-ൽ കൂടുതൽ സ്കൂളുകളാണ് UP-യിൽ പൂട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയും ആവാം, അതൊരു പോസിബിലിറ്റിയാണ്. ഇനി നമുക്ക് ഡൽഹിയിലോട്ടേക്ക് പോവാം. ഡൽഹിയിലെ പ്രതിഷേധം നമുക്കൊരു റിപ്പോർട്ടിംഗ് കേൾക്കാം. The road where I'm standing should bring shame to the Aam Aadmi Party. This area in the national capital of our country has had an AAP MLA for the last 13 years, since 2013. And still, this is the condition of an entire main road in this area for the last 5 years. Daily life has become a nightmare for people in this area. So that is why they are protesting today to demand his resignation. इन्होंने गंद मचा के रखा हुआ है, कोई ठीक करते नहीं है, कोई गिरते रहते हैं, 2-2 टू व्हीलर वाले हमेशा गिरते रहते हैं। आप भी गिरे हैं कभी? हम भी गिरते कई बार कुछ भी नहीं करते ये लोग। और ये कितनी लंबी रोड है सर जो टूटी हुई है? कम से यहाँ से कम 4 किलोमीटर का है, 4 से 5 किलोमीटर का। और पूरी ऐसी है टूटी, पैदल नहीं चल सकते। जब बिना बारिश के भी वहाँ पानी भरा रहता है, नाले का पानी भरा रहता है, सारा गंद मचा रहता है। MLA और MP सब यहाँ पे सब गंद है। यहाँ MLA आम आदमी पार्टी के हैं, MP BJP के हैं। कोई नहीं सुन के राजी है। एम्बुलेंस की गाड़ियाँ फंसी रहती हैं, आधा घंटा 1 घंटा फंसी रहती, चाहे मरीज मर जाए, कोई नहीं सुनने वाला। ये जो आप कह रहे हैं, ये जो पूरा रास्ता है, ये वैसे कवर करने में 10-15 मिनट का रास्ता होगा, 5 से 7 मिनट। अगर कई बार इसको पार करने में आधा घंटा 1 घंटा लग जाता है, क्योंकि खराब रोड है तो ट्रैफिक भी रहता है, स्पीड लो में आपको चलाना पड़ता है। बात वही है। डेली लाइफ आप लोगों की एक संघर्ष में है। 4-5 साल से संघर्ष कर रहे हैं मैडम। 3 साल केजरीवाल के टाइम में, 2 साल ये हो गया। मुसीबत ही है, खत्म नहीं हो रही है मुसीबत। रोड तो नर्क है। 5 साल में मेट्रो का पूरा सिस्टम तैयार हो जाता है। ആ റോഡിന്റെ കണ്ടീഷൻ കണ്ടില്ലേ? ആ റോഡ് കഴിഞ്ഞ 5 വർഷമായി ഈ കണ്ടീഷനിലാണ് ഉള്ളത്. പക്ഷേ അവിടെ ആരും അത് ശരിയാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ MLA, അതായത് ആം ആദ്മി പാർട്ടി MLA ആണ്, അവർ രാജിവെക്കണമെന്നാണ് പറഞ്ഞത്. ഇവർ കൃത്യമായി പറയുന്നത് മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞ 2022 മുതൽ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 5 വർഷമായി ഈ ഒരു റോഡ് ഭയങ്കരമായിട്ടുള്ള മോശം ഇതിലാണ് ഉള്ളത്. ഇവിടുത്തെ ഏരിയയിലെ ആം ആദ്മി പാർട്ടി MLA 2013 മുതൽ ആം ആദ്മി പാർട്ടി MLA ആണ്. അതുപോലെ 2014 ശേഷം MP BJP ആണ്. അപ്പോൾ ഇരു കൂട്ടരും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ശരിയാക്കിയില്ല, അതായത് റോഡ് വൃത്തിയാക്കി ശരിയാക്കിയില്ല. ഇവിടുത്തെ ലോക്കൽസ് പറയുന്നത് വെച്ചാൽ പ്രത്യേകിച്ചും 2 വീലേഴ്സ് പോകുന്നത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഫ്രീക്വന്റ്ലി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്കിഡ് ചെയ്തിട്ട് വീഴുന്നുണ്ട്. അതുപോലെ വലിയ പോത്ത് ഹോൾസ് ഒക്കെ ഉണ്ട്, അതായത് വലിയ കുഴികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ ട്രാഫിക് ജാംസിൽ ആംബുലൻസ് ഒക്കെ ഏകദേശം മണിക്കൂറുകളോളം ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നൊക്കെയാണ് അവിടുത്തെ റെസിഡൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ റെസിഡൻസ്, അവിടെ ഉള്ള ആളുകൾ, അതായത് ആ റോഡിന്റെ ചുറ്റുഭാഗമുള്ള ആളുകൾ തന്നെയാണ് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. എനിക്കിവിടെ പറയാനുള്ളത്, ഈ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഇന്ത്യയുടെ മൊത്തം കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും MLA മാർ,
ഏകദേശം 90%, മിനിമം 90% MLA മാരും രാജിവെക്കേണ്ടി വരും. അതുപോലെ MP മാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, എല്ലാം രാജിവെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. ഇവർ അവസാനം പറയുന്നത് ഇവര് പൊളിറ്റിക്കൽ പ്രശ്നങ്ങളായിട്ടാണ് ഈ റോഡ് കൃത്യമായി ശരിയാക്കാത്ത എന്നാണ് അവിടുത്തെ റെസിഡൻസ് പറയുന്നത്. ഓക്കെ, അതായത് ഏകദേശം 4 to 5 കിലോമീറ്റർ വരുന്ന ഒരു റോഡാണ്. ആ റോഡാണ് ഇത്രയും മോശമായിട്ടുള്ളത്. അതും മെയിൻ റോഡാണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. വേറെ ലോക്കൽ റോഡ്സ് ഒന്നുമില്ല, മെയിൻ റോഡാണ്. അതാണ് ഇങ്ങനെ പൊട്ടിപ്പൊളിന് അവസ്ഥയിൽ, അതായത് ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അവസ്ഥയിലുള്ളത്. നമുക്കൊരു റിപ്പോർട്ട് കൂടി കാണാം. Tear gas shells have been kept ready as another protest has started in the national capital. I'm currently in Delhi's Burari, and there is a protest by more than 100 residents here against bad roads in the area that have been in a bad condition for the last 5 years. And you can see that CRPF and the Delhi police are trying to stop this crowd from marching forward. Tear gas shells. കണ്ടില്ലേ, അവിടെ പ്രതിഷേധവുമായിട്ട് വന്നവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് അവിടെ വന്നിട്ടുണ്ട്, ഡൽഹി പോലീസ്. അതായത് ടിയർ ഗ്യാസും ലാത്തിയും പിന്നെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. അതായത് ഈ പ്രതിഷേധക്കാരെ നേരിടാൻ വേണ്ടി സജ്ജമായിട്ടാണ് പോലീസ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് പ്രൊട്ടസ്റ്റ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു വിവിധ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് അയക്കുന്ന റെപ്രസെന്റേറ്റീവ്സ്, MLA ആവട്ടെ MP ആവട്ടെ, അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതുപോലെ പ്രതിഷേധം നടത്തി ചോദ്യങ്ങൾ ചോദിക്കുക ചെയ്യണം. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്ന അവിടെയാണ് യഥാർത്ഥ ജനാധിപത്യം ഉണ്ടാവുകയുള്ളൂ. ചോദ്യം ചോദിക്കുന്ന ഒരു സമൂഹത്തെ ഭയക്കുന്ന സർക്കാരാണെങ്കിൽ ഇനി ഭയന്ന് തുടങ്ങിക്കോളൂ. കാരണം ജനങ്ങൾ ചോദ്യവുമായി മുന്നോട്ടേക്ക് വന്നു തുടങ്ങി. ഇനി ഉത്തരം നൽകേണ്ടത് നിങ്ങളാണ്.